സ്വർഗത്തിൽ ഒരുമിക്കണോ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കണോ? ഈ 3 ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവരെവിടാ? ആ ഭാര്യയും ഭർത്താവും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയിക്കൂടെ? പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, പോയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, കുടുംബ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ വിള്ളല് വരുത്താത്തവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, അഴിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ ഭർത്താക്കന്മാരെയുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസിൽ വേണോ വാപ്പാ? ഈ പറയുന്ന ദിക്റിന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാ ചൊല്ലിക്കഴിഞ്ഞാ അവര് സ്വർഗത്തിലാ. ഫാത്തിമ ബീവിയുടെ മനോഹരമാകുന്നൊരു ചരിത്രമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ കൈ നോക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ചോര പൊടിക്കുകയാ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ എന്താണ് സംഭവിച്ചത്? ഫാത്തിമ കയ്യിൽ നിന്ന് ചോര വരാനുള്ള കാരണമുണ്ടല്ലോ, എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഉരുന്നാട്ടിയിട്ട് അരിയാട്ടിയിട്ട് എന്റെ കൈയുണ്ടല്ലോ ചോര വരികയാ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പിതാവാകുന്ന റസൂലുള്ളയുണ്ടല്ലോ, ഒരുപാട് അടിമകളുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ. നബി തങ്ങളുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അടുക്കളയിലേക്ക് ഒരു അടിമയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ തരുന്നതാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആയിഷ ബീവിയുടെ ചാരത്ത് ചെല്ലുമ്പോ റസൂലുള്ള വീട്ടിലില്ല. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുണ്ടല്ലോ, ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ ഉമ്മ നബി തങ്ങൾ കടന്നു വരുമ്പോ എനിക്കൊരടിമയെ തരുമോ ഉമ്മ? ആയിഷ ബീവി പറയുകയാ, നബി തങ്ങൾ കടന്നു വരുമ്പോ ഞാൻ പറയാ ഫാത്തിമ വീട്ടിലേക്ക് പോയിക്കൊള്ളുക ഫാത്തിമ. പാതിരാത്രിയിൽ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആയിഷ ബീവിയുടെ ചാരത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, പ്രിയമുള്ള പ്രിയതമനേ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയതാ കടന്നു വന്നല്ലോ. ഫാത്തിമ കടന്നു വന്നു പറയുമ്പോ നബി തങ്ങൾക്ക് സന്തോഷം വരികയാ. നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, ആയിഷ ഫാത്തിമയുണ്ടല്ലോ എന്തേ വന്നത് ആയിഷ? ഫാത്തിമ ബീവി എന്തേ വന്നത് ആയിഷ? ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ ഹബീബല്ലാഹ്, ഫാത്തിമയ്ക്ക് ഒരടിമയെ കൊടുക്കുമോ ഭർത്താവേ? അടിമയെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ മുഖമുണ്ടല്ലോ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങളോ ദേഷ്യപ്പെടുകയാ. നബി തങ്ങള് പാതിരാത്രിയിൽ തന്നെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അലിയാര് തങ്ങളോ വിശ്രമിക്കുകയാ. ഫാത്തിമ ബീവി സലാം പറയുകയാ. ഫാത്തിമ ബീവിയോട് സലാം അടക്കുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വരികയാ. ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ ഫാത്തിമ? ഫാത്തിമ ബീവി അതാ ചിരിക്കുന്ന മുഖമായി പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരടിമയെ തന്നാൽ ഉപകാരമാ. നബി തങ്ങൾ ഇത് കേൾക്കുമ്പോ നബി തങ്ങളുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ.
നബി തങ്ങളുടെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങൾ ദേഷ്യപ്പെടുകയാ. നബി തങ്ങൾ പൊന്നുമോളോട് പറയുകയാ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താലും നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ, നീ എന്നെ മകളാണ് ഫാത്തിമ. ആർക്ക് ഞാൻ അടിമയെ കൊടുത്താലും നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ. ഫാത്തിമ ബീവി കരയുമ്പോ ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗമുണ്ട് ഫാത്തിമ. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, അലിയാര് തങ്ങളെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സ്വർഗത്തിലേക്ക് രണ്ടുപേർക്കും കിടക്കണോ? ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ സ്വർഗത്തിന് നിങ്ങൾക്ക് ഒരുമിക്കണോ ഫാത്തിമ? അലിയാര് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, യാ നബി അല്ലാഹ്, അതിനുള്ള മാർഗമേതാ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഭാര്യ മരിച്ചവരെ, ഭർത്താവ് മരിച്ചവരെ, അത് ജീവിതത്തിൽ വല്ലാത്ത നഷ്ടമാ. ഭർത്താവ് മരിച്ചവരെ, ഭർത്താവ് വിട പറഞ്ഞു പോയവരെ, പടച്ചവനെ വല്ലാത്ത നഷ്ടമാ. ഇന്ന് ഞാനൊരു വീട്ടിൽ വരുമ്പോ, ഈ അടിത്തലയിൽ ഒരു വീട്ടിൽ വരുമ്പോ ഒരു സാധുവായ ഉമ്മ പടച്ചവനെ ഇരിക്കുകയാ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഭർത്താവിന് സ്വർഗം കൊടുക്കണേ അല്ലോ, നരകം കൊടുക്കല്ല അല്ലോ. നിങ്ങളോട് ഞാനൊന്ന് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, നമ്മുടെ ഭർത്താക്കന്മാര് കടലിൽ പോകുന്നവരാ. അവിടെ വെച്ചങ്ങാനം വിട പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാര് വണ്ടിയിലൂടെ പോകുന്നവരാ. ഇന്നൊരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. എറണാകുളം ജില്ലയില് പടച്ചവനെ കുണ്ടന്നൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സക്കാഫി ഉസ്താദ് പടച്ചവനെ ഒരു വണ്ടിയുമായി ഇടിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയല്ലോ. സ്വർഗം കൊടുക്കണയല്ലോ. എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, ഭർത്താക്കന്മാര് മരിച്ചു പോയാൽ നമ്മുടെ മക്കളെ തീമീങ്ങളോ ഏതെങ്കിലും വീടിന്റെ വാതിക്കല് പോയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേടന്റെ പ്രിയമുള്ളവരെ സഹിക്കാൻ കഴിയൂല. അല്ലോ, ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ. സ്വർഗത്തിലെ ഇണകളാക്കണേ അല്ലോ. ഫാത്തിമ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാ, എന്താ മാർഗം നബിയെ? സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? മഹാരാഗം നബി തങ്ങൾ പറയുകയാ, ഈ പറയുന്ന ദിക്റ് ആരെങ്കിലും ഒരാള് കിടക്കുന്ന കിടക്കപ്പായില് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവര് സ്വർഗത്തിൽ ഒരുമിച്ചാ. നബി തങ്ങൾ പറയുന്ന ദിക്റേതാ? ചെറിയ ദിക്റാ, എല്ലാ ദിവസവും ചൊല്ലുന്ന ദിക്റാ. നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന മൂന്ന് ദിക്റ് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ. ഈ പറയുന്ന മൂന്ന് ദിക്റുണ്ടല്ലോ, 33 തവണയുണ്ടല്ലോ. ആരെങ്കിലും ഒരാ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാ എങ്ങനാ ചൊല്ലേണ്ടത്? ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാ ഇൻഷാ അല്ലാഹ് അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന 3 ദിക്ർ 33 തവണ വരെ കിടക്കുന്നവർ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.